മക്കളെ, നമ്മളിതാ പഠനം ആരംഭിക്കാൻ പോവാണ്. നമ്മുടെ അക്കാദമിക് ഇയർ ഇതാ പതിയെ അടുത്ത് തുടങ്ങി അല്ലേ. അപ്പോൾ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സ്കൂൾ ലൈഫിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്കൊക്കെ ടെൻഷൻ ഉണ്ടാകും. നിങ്ങൾ ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളാണ് അല്ലെ. 10 ആണെങ്കിലും +1 ആണെങ്കിലും +2 ആണെങ്കിലും ഈ ഒരു വലിയ എക്സാമിലേക്ക് നമ്മൾ ഉറ്റുനോക്കുമ്പം കുറേ അധികം പ്രിപ്പറേഷൻസ് നമുക്ക് ചെയ്യാനുണ്ട്. അതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മൾ ഈ തവള എന്ന് പറയുന്നുണ്ടല്ലോ, തവളേനെ നമ്മളൊരു തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? തവള പെട്ടെന്ന് പേടിച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് ചാടാൻ ശ്രമിക്കും. പക്ഷെ പറ്റണമെന്നില്ല, വലിയ പാത്രമാണെങ്കിൽ ചാടാൻ നോക്കും, ചിലപ്പം പറ്റാതിരിക്കാം. ഇനി ഈ ഒരു കേസ് മാറ്റി പിടിക്കുകയാണ്. നമ്മളൊരു വെള്ളം എടുത്ത്, നല്ല തണുത്ത വെള്ളം, അതിലേക്ക് നമ്മൾ തവളേനെ ഇടുകയാണ്. അപ്പൊ ഈ വെള്ളത്തിൽ എന്ത് ചെയ്യാണ്? തവള ഇങ്ങനെ സുഖമായിട്ട് എന്ത് ചെയ്യാണ്? ആസ്വദിച്ചിരിക്കുകയാണ്. പക്ഷെ പതിയെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ വെള്ളം പതുക്കെ ചൂടാക്കുകയാണ്. ചൂടാക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? തവള അതിലെ ചെറിയ ചൂടല്ലേ, മൈൻഡ് ആക്കാതെ അങ്ങനെ ഇരിക്കുന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? ചൂട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും തവളയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല, കുഴപ്പമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. അപ്പോഴും എന്ത് ചെയ്യണം? ആ ഒരു സുഖത്തിൽ ഇരിക്കുകയാണ്. വീണ്ടും നല്ലോണം ചൂടാക്കി തിളപ്പിച്ച് ചാടാനാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? തവള വെന്ത് മരിച്ചിട്ടുണ്ടാവും. പിന്നീട് അതിന് രക്ഷപ്പെടാനുള്ള ഒരു അവസരമില്ല അല്ലെ. ഇതേപോലെ നമ്മൾ വിചാരിക്കുമ്പോൾ തവളയ്ക്ക് എന്താണ് ഇങ്ങനെ, തവളയ്ക്ക് നേരത്തെ ചാടിയിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, അല്ലെങ്കിൽ ഒന്ന് ശ്രമിക്കാമായിരുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യും? തവളേനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷെ ഇതേ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്നില്ല എന്ന് ചിന്തിച്ചു നോക്കുക. കാരണം ഇതേപോലെ നമുക്കും എന്ത് പഠിക്കാനുണ്ട്, പരീക്ഷയുണ്ട്, ഒരു ഫുൾ ഇയർ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ എപ്പോഴും എന്ത് വിചാരിക്കും? ഓണം എക്സാം അല്ലേ, സമയമാവട്ടെ, അപ്പൊ പഠിക്കാവുന്നതേ ഉള്ളൂ. ക്രിസ്മസ് എക്സാം ആകുമ്പോൾ നമ്മൾ വിചാരിക്കും ക്രിസ്മസ് എക്സാം ആവട്ടെ, അപ്പൊ എല്ലാം കൂടെ ഒന്ന് പഠിക്കാം, ഇപ്പോഴേ വലിയ പഠിച്ച ടെൻഷൻ ആവണ്ട. അത് കഴിഞ്ഞ് ഇനിയിപ്പോ മോഡൽ വരും, മെയിൻ എക്സാം വരും, ഇതൊക്കെ വരുമ്പോഴും അവസാനമായിരിക്കും എന്ത് ചെയ്യുക? നമ്മുടെ കയ്യിൽ നിന്ന് കാര്യം പോവുക. കാരണം അവസാനം ഇതിന്റെ ചൂടേറി നമ്മൾ എന്ത് ചെയ്യും? അതിൽ തന്നെ വെന്ത് വീഴും അല്ലെ. കാരണം നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു പോയി, നോട്ട്സ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോലും നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടേണ്ടി വരില്ല, പല തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാകും. പക്ഷെ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു വലിയ കാര്യം ചിന്തിക്കേണ്ടത്. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് അല്ലെ. ഈ ഒരു വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ അക്കാദമിക് ഇയർ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു പ്ലാൻ സെറ്റാക്കി നല്ല രീതിയിൽ ഏത് സബ്ജക്റ്റ് ആണ് എനിക്ക് ബുദ്ധിമുട്ട്, ഏതാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിന് എത്ര സമയം കൊടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ ആലോചിച്ച് മുന്നോട്ട് പോയി നിങ്ങൾ ആലോചിക്കുക. അവസാനം ഈ തിളച്ച് വെന്ത് പോകേണ്ട ആവശ്യം വരില്ല. അതിനു മുന്നേ നമ്മൾ എന്ത് ചെയ്യും? നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് അതിനു മുന്നേ തന്നെ എത്തിപ്പിടിക്കാനുള്ള സ്വപ്നത്തിലേക്ക് എത്തിപ്പിടിക്കാൻ നിങ്ങളെ തന്നെ പ്രാപ്തരാക്കും. അപ്പോൾ ഇതിന് നിങ്ങളെ കൂടുതൽ യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസും വീഡിയോസും ഒക്കെ ഉള്ളത്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലൈവിലൂടെ പഠിക്കാൻ പറ്റും, അതിനനുസരിച്ച് നോട്ട് കിട്ടും. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ പ്ലാനിനനുസരിച്ച്, നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ തന്നെ അറിയാതെ എന്ത് ചെയ്യും? നിങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് തന്നെ എത്തിപ്പിടിക്കാൻ പറ്റും. അപ്പോൾ പ്രോപ്പറായിട്ട് ആ പ്ലാനോടുകൂടെ നല്ല രീതിയിൽ ഹാർഡ് വർക്കോടുകൂടെ എഫേർട്ട്, കാരണം ആദ്യം നിങ്ങൾക്കാണ് മനസ്സിൽ എന്ത് വേണ്ടത്? എനിക്കത് നേടിയെടുക്കണം എന്നുള്ള ആ ഒരു ആവേശം വേണ്ടത്. അപ്പോൾ ആ ആവേശം ആദ്യം നിങ്ങൾക്ക് തന്നെ ഉണ്ടാവട്ടെ. എന്നിട്ട് അതിനു വേണ്ടി എഫേർട്ട് എടുത്ത് നല്ല രീതിയിൽ പഠിക്കുക. ഞങ്ങൾ എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. നമുക്ക് ഒന്നിച്ച് തന്നെ എന്ത് ചെയ്യാം? ആ ഡ്രീം നേടിയെടുക്കാം. ഓക്കെ, സോ ഓൾ ദ വെരി ബെസ്റ്റ്.